നമസ്കാരം. കവടിയാർ കൊട്ടാരത്തിൽ 2 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി എന്നുള്ള വിവരം വളരെ ഞെട്ടലോടുകൂടിയാണ് കേരളം കേട്ടത്. സ്വർണ്ണാഭരണങ്ങൾ മാത്രമല്ല, വജ്രാഭരണങ്ങളും പൗരാണിക മൂല്യങ്ങളുള്ള ആഭരണങ്ങളുമൊക്കെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഗൗരി ലക്ഷ്മി ഭായിയുടെ കൊട്ടാരത്തിൻ്റെ 2ാം നിലയിലുള്ള കിടപ്പുമുറിയുടെ അലമാരയിലായിരുന്നു. അവിടെ നിന്നാണ് മോഷണം പോയത്. മോഷണം നടന്നത് 2025 ഒക്ടോബറിനും നവംബറിനും ഇടയ്ക്കുള്ള ഏതോ ഒരു ദിവസത്തിലാണ്. ഈ സമയത്ത് ഗൗരി ലക്ഷ്മി ഭായി ബാംഗ്ലൂരുവിലേക്ക് പോയിരുന്നു. ബാംഗ്ലൂരുവിലേക്ക് പോകുന്നതിന് മുമ്പായി ഇവർ അലമാര തുറന്ന് ഈ ആഭരണങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു. അപ്പോൾ ആഭരണങ്ങളുണ്ട്. അതിനുശേഷമാണ് ആഭരണങ്ങൾ മോഷണം പോയ കാര്യം അറിയുന്നത്. പിന്നീട് ഇവരുടേതായ രീതിയിലുള്ള അന്വേഷണമൊക്കെ നടത്തി. കാരണം കൊട്ടാരത്തിൽ പരിചാരകർ മാത്രം 40ഓളം പേരുണ്ട്. 4 കുടുംബങ്ങളാണ് ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നത്. CCTV ക്യാമറകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിൽ മോഷണം നടന്ന വിവരം പുറത്തറിഞ്ഞാൽ അത് കൊട്ടാരത്തിന് നാണക്കേടാണ്. അതാണ് പോലീസിൽ പരാതിപ്പെടാൻ മടിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇവരുടെ അന്വേഷണത്തിൽ ഫലമില്ലാതായതോടെ ഈ കഴിഞ്ഞ ജനുവരിയിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് കാര്യം പറഞ്ഞു. പരാതിയൊന്നും വേണ്ട, അല്ലാതെ അന്വേഷണം നടത്തിയാൽ മതി എന്നുള്ള ഒരു ആവശ്യമാണ് കൊട്ടാരത്തിൽ നിന്ന് മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് പറ്റില്ല, പരാതി രജിസ്റ്റർ ചെയ്ത് തന്നെ അന്വേഷണം മുന്നോട്ട് പോകണം എന്നുള്ള നിലയിലേക്ക് പോലീസ് നിലപാടെടുത്തു. അതോടുകൂടിയാണ് ഈ കഴിഞ്ഞ 13-ാം തീയതി പേരൂർക്കട പോലീസിന് പരാതി നൽകുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും കുഴയ്ക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കൊട്ടാരത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഈ കിടപ്പുമുറിയിലെ ഇതേ അലമാരയിൽ ഇത്രയും മൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നറിയാവുന്ന ആരെങ്കിലും ആയിരിക്കണം ഈ ഒരു മോഷണം നടത്തിയത് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം നിരവധി CC ക്യാമറകൾ കൊട്ടാരത്തിലുണ്ട്. 40ഓളം പരിചാരകരുണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് കൃത്യമായി ഇവിടെ വന്ന് അലമാര തുറന്ന് ഈ ആഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏകദേശം 4.5 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 4.5 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഒരു മോഷണം നടക്കുമ്പോൾ അവിടെ പലരും ഇതിനകം വന്നു പോയി കഴിഞ്ഞു. ഈ കൊട്ടാരത്തിലെ അംഗങ്ങളുടെ സുഹൃത്തുക്കൾ, വിദേശികളും സ്വദേശികളുമായ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും യൂട്യൂബർമാരും അടക്കം നിരവധി പേർ അവിടെ വന്നിട്ടുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ചിത്രീകരിക്കാനായി വന്ന യൂട്യൂബർമാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇത്രയും മൂല്യമുള്ള ആഭരണങ്ങൾ ഇരിക്കുന്ന ഒരു മുറിയിലെ അലമാര ഒരിക്കലും പൂട്ടാതിരിക്കില്ല. ഇനി അഥവാ പൂട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അവരോടൊപ്പം ഈ ചിത്രീകരിക്കാൻ വന്നവരോടൊപ്പം കൊട്ടാരവുമായി ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കും. അവരാരും ഇല്ലാതെ ഒരിക്കലും ഒരു അപരിചിതനെ ഇത്തരം മുറിയിലേക്ക് അവർ കയറ്റില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ കൊട്ടാരത്തിൻ്റെ പ്രത്യേകതകൾ ചിത്രീകരിക്കാൻ വരുന്നവർക്ക് തമ്പുരാട്ടിയുടെ കിടപ്പുമുറി ചിത്രീകരിക്കേണ്ട കാര്യവുമില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനാണ് ഇപ്പോഴുള്ള തീരുമാനം. ഏകദേശം 2 കോടി രൂപയോളം വിലയുള്ള പുരാതനമായ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ കളവ് പോയതുകൊണ്ടാണ് കേസ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ തീരുമാനിച്ചത്. ആദ്യം മൊഴിയെടുക്കലും വിവരശേഖരണവും വിരലടയാള പരിശോധനയും CCTV പരിശോധനയും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പുരോഗതി വിലയിരുത്തുന്നത്. അതിനുശേഷം പ്രത്യേക സംഘത്തിന് കൈമാറാനാണ് തീരുമാനം. എന്തായാലും ഇത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സുരക്ഷാ സംവിധാനമുള്ള ഏകദേശം 40ഓളം പരിചാരകരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമുള്ള നിരവധി CCTV ക്യാമറകളുള്ള ഈ കൊട്ടാരത്തിൽ നിന്ന് അവരുടെ തമ്പുരാട്ടിയുടെ കിടപ്പുമുറിയിൽ നിന്ന് അവരുടെ അലമാരയിൽ നിന്ന് ഇത്രയും മൂല്യമുള്ള 2 കോടി രൂപയോളം മൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോകുമ്പോൾ തീർച്ചയായും ഇത് കൃത്യമായി അറിയാവുന്ന, ഈ സ്വർണ്ണാഭരണങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പുറത്തുള്ള ഒരാൾക്കും അവിടെ കടന്നു കയറി ഇത്തരത്തിലൊരു മോഷണം നടത്താനും കഴിയില്ല. എന്തായാലും ഈ അന്വേഷണം ഇടയ്ക്ക് വെച്ച് വഴിമുട്ടാനാണ് സാധ്യത. കാരണം പോലീസുമായി സഹകരിക്കാൻ ഒരു പരിധിവരെ കൊട്ടാരം അധികൃതർ തയ്യാറല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പരാതി കൊടുക്കാൻ ഇത്രയധികം വൈകിയത്. അതുമാത്രമല്ല, ഇവരുടെ ആവശ്യം, കൊട്ടാരം അധികൃതരുടെ ആവശ്യമില്ലാതെ അവരുടെ പരിചാരകരെ ചോദ്യം ചെയ്ത് മൊഴിയെടുത്തും മറ്റും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നിസ്സഹരണം ഇതിലുണ്ടാവാം. കൊട്ടാരത്തെ സംബന്ധിച്ചിടത്തോളം 2 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് നിസ്സാരമാണ്. അത്രയ്ക്കുണ്ട് അവരുടെ സമ്പത്ത്. എന്തായാലും എന്താണ് ഇതിൻ്റെ പിന്നിൽ? യഥാർത്ഥ കള്ളനെ പിടികൂടുമോ അതോ ഈ അന്വേഷണം വഴിമുട്ടുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്.